എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്ക് നേരെ കിരണിന്റെ കല്യാണിയുടെ നാളത്തെ നല്ലൊരു പ്രൊമോ വിശേഷം കണ്ടാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷം നമ്മൾ കണ്ടു. കല്യാണിക്ക് വലിയ അംഗീകാരമൊക്കെ ഡൽഹിയിൽ കിട്ടുവാണ്. അവിടെ വെച്ച് കല്യാണിയെ പൊന്നാടെ അണിയിച്ച് അവർ സ്വീകരിക്കുന്നൊക്കെ ഉണ്ട്. ഇതെല്ലാം ടി വി കണ്ടുകൊണ്ടിരുന്നപ്പം പ്രകാശനും ഭാനുമതിക്കും എന്ത് ചെയ്യണമെന്നറിയില്ല. കാർത്തേക്കൊന്ന് തുള്ളിച്ചാടണമെന്നാണ് തോന്നിയത് ഈ കാഴ്ച കണ്ടു കഴിഞ്ഞപ്പം. സരുവിന്റെ അവസ്ഥ ഒട്ടും മോശമായിരുന്നില്ല. കാരണം തന്നെക്കാളും ഒരു പടി ഉയരത്തിലാണ് അവൾ ഇപ്പോഴും നിൽക്കുന്നത്. അവളെ എത്രയൊക്കെ ചവിട്ടി താക്കാൻ ശ്രമിച്ചാലും അവൾ വീണ്ടും വീണ്ടും ഉയർന്നു കയറിക്കൊണ്ടിരിക്കുക. ഇതിങ്ങനെ വിട്ടാൽ ശരിയാകത്തില്ല. എത്രയും പെട്ടെന്ന് അമേരിക്കയ്ക്ക് പോയാൽ മതിയുള്ളൂ. അങ്ങനെയാണെങ്കിൽ ഇവളുടെ ഈ കോപ്രായങ്ങളൊന്നും കാണണ്ടല്ലോ എന്നൊരു ചിന്തയായിരുന്നു സരുവിന്റെ മനസ്സിൽ. ഈ സമയം കിരണിനാണെങ്കിലും ദീപയ്ക്കാണെങ്കിലും വല്ലാത്ത സന്തോഷമായിരുന്നു ഉണ്ടായിരുന്നത്. അതുപോലെ തന്നെ രൂപയ്ക്കും ചന്ദ്രസേനും ഒക്കെ. കാരണം കല്യാണി ഇത്ര ഉയരങ്ങളിലെത്തിയെന്ന് അവര് പോലും സ്വപ്നത്തിൽ പ്രതീക്ഷിച്ച കാര്യമായിരുന്നില്ല. ഈ സമയം കല്യാണ്ട് പറ്റി രണ്ടു വാക്ക് സംസാരിക്കാനായിട്ട് മയക്ക് കൊടുക്കുകയാണ്. കല്യാണി അങ്ങനെ പറയുവാണ്. കല്യാണി ഓരോ കാര്യങ്ങളും പറഞ്ഞു. കിരണിനെ കുറിച്ചും തന്നെ ഇവിടം വരെ എത്തിച്ച കിരണായിട്ടുള്ളത് കൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ താൻ എമ്പണ്ട തന്റെ ജീവിതം തകർന്ന് തരിപ്പണമായി പേനം ഒന്നുമില്ലാത്തടത്തുനിന്നാണ് ഇവിടം വരെ എത്തിപ്പെട്ടത്. സംസാരശേഷി ഇല്ലായിരുന്ന താന് ഇങ്ങനെ സംസാരശേഷിയൊക്കെ തനിക്ക് തിരിച്ചു കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ എൻ്റെ ഭർത്താവ് കാരണമാണ്. അപ്പൊ ആദ്യം ഞാൻ കിരണേട്ടനോട് നന്ദി പറയണേ എന്നൊക്കെ പറഞ്ഞ് എല്ലാവർക്കും രൂപയോടും ചന്ദ്രസാനോടും അങ്ങനെ എല്ലാവരുടെയും പേരിലൊക്കെ നന്ദി പറയാ. ഇത് കണ്ടുകൊണ്ടിരുന്ന് കഴിഞ്ഞപ്പോ ഭാനുമതിയമ്മ പറഞ്ഞു, കണ്ടില്ല അവള് നന്ദി പറയുന്ന അവർക്കൊക്കെ. പക്ഷെ എനിക്ക് വേണ്ടിയിട്ട് ഒരു വാക്കെങ്കിലും പറഞ്ഞു. വെറും കഞ്ഞിവെള്ളം മാത്രം അവൾക്ക് കിട്ടിക്കൊണ്ടിരുന്നേ. ആ സമയത്ത് അതിനകത്തേക്ക് രണ്ട് വറ്റിട്ട് കൊടുത്തോണ്ടിരുന്ന ആരാ? ഈ ഞാനായിരുന്നു. എന്നിട്ട് എന്റെ പേരില് ഇതാ പറയണേ, മനുഷ്യന്മാർക്ക് ഇന്നത്തെ കാലത്ത് ഒരു ഉപകാരം ചെയ്തു കൊടുക്കലെന്ന്. ഈ സമയം പ്രകാശം പറഞ്ഞു, അല്ലമ്മേ അവളിൽ നിന്ന് ഇത്രയൊക്കെ പ്രതീക്ഷ മതി. അല്ലെങ്കിലും അവൾക്കൊരു നല്ല കാലം വന്നു കഴിഞ്ഞപ്പോ നമ്മളെ തേച്ചരച്ചിട്ട് പോയവളല്ലേ അവള്. പിന്നെ അവളെ കുറിച്ച് ഇനി അധികം സംസാരിക്കണമെന്ന് പറയാ. ഇത് കേട്ടൻ കാർത്തി പറഞ്ഞു, എന്തിനാ അച്ഛനും മുത്തശ്ശി ഇങ്ങനെ വിഷമിക്കുന്നേ? സങ്കടപ്പെടേണ്ട കാര്യമില്ലെന്നേ. അല്പൻ അർത്ഥം കിട്ടിയിട്ടുണ്ടെങ്കിൽ അർദ്ധരാത്രി കൊട പിടിക്കുമെന്നല്ലേ പറയണേ. ഇപ്പൊ അതുപോലെ തന്നെയാ കല്യാണി എന്ന് പറയാ. അത് ശരിക്കും വെച്ച പ്രകാശന്റെ ഭാനുമതി അമ്മയ്ക്കിട്ടാണ്. പക്ഷെങ്കിൽ അവരുടെ വിചാരം എന്താ, അത് കല്യാണിയെ ഉദ്ദേശിച്ച് പറഞ്ഞായിരിക്കുമെന്ന്. പിന്നീട് കാർത്തി ഒന്ന് ചിരിക്കുകയും കൂടി ചെയ്യണം. ഇപ്പൊ നിനക്ക് നല്ല അടിയെ കിട്ടിയിരിക്കുന്നത്. ഇനിയും എന്റെ അനിയത്തി ഉയരും, നല്ല ഉയരങ്ങളിലെത്തും. അത് കണ്ട് ഞാൻ സന്തോഷിക്കും. ഞാൻ ഉള്ളി സന്തോഷിക്കുക, പുറമെ ഞാൻ ദേഷ്യം കാണിച്ചാലും എന്റെ ഉള്ള എത്രമാത്രം സന്തോഷിക്കുന്നുണ്ടെന്ന് അറിയാവോ? എന്റെ അനിയത്തിക്ക് ഒരു അംഗീകാരം കിട്ടുമ്പോൾ ഞാൻ അതുപോലെ ഞാൻ സന്തോഷിക്കും. എടാ പ്രകാശ, നീ ഓർത്തോ, ഒരു നാളെ നീ ആ കാര്യങ്ങളൊക്കെ തിരിച്ചറിയും. ഞാനും എന്റെ അനിയത്തിമാരും എല്ലാം കൂടെ ഒരുമിച്ച് നിന്റെ മുന്നിലേക്ക് വരും. അന്നായിരിക്കും നീ തകർന്ന് തരിപ്പണാകാൻ പോന്നെ. ഇന്നത്തെക്കാളും വലിയ തിരിച്ചടിയാണ് നിനക്ക് കിട്ടാൻ പോന്നെ. അധികം വൈകാതെ തന്നെ അത് കിട്ടൂടാന്ന് കാർത്തി പറയണം. ഇസം പ്രകാശം പറഞ്ഞു, അവളുടെ ഒരു അഹങ്കാരം നിപ്പും ജാടയെ കണ്ടില്ലേ? എത്രയൊക്കെയാന്ന് പറഞ്ഞാലും അവളുടെ അഹങ്കാരത്തിനൊരു കുറവില്ലെന്ന് പറയാം. ഈ സമയം ഭാനുമതിയും പറഞ്ഞു, ഇനിയിപ്പോ വന്നു കഴിയുമ്പോ എന്തായിരിക്കും എന്തോ, വലിയ അവാർഡൊക്കെ കിട്ടിയെന്ന് പറഞ്ഞ് നിലത്തൊന്നും ആയിരിക്കില്ല നിൽക്കുന്നത്. അല്ലേ തന്നെ അവളുടെ അഹങ്കാരം സഹിക്കാൻ പറ്റുന്നില്ല. ഇസം പ്രകാശം പറഞ്ഞു, നമ്മൾ അതൊക്കെ എന്തിനാമ്മ മൈൻഡ് ചെയ്യട്ടെ? അതിന്റെ കാര്യമൊന്നുമില്ല. അവൾ ഇനിയിപ്പോ എത്ര ഉയരത്തിലെത്തിയെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. നമ്മുടെ മുന്നിൽ പിടിച്ചിരിക്കാൻ പറ്റില്ല. നമ്മുടെ മോനുണ്ടല്ലേ വിക്രം, അതിനേക്കാളും വലിയ ഉയരത്തിലെത്താൻ പോവല്ലേ. ഏ കാർത്തിമോള് പുതിയ കമ്പനി തുടങ്ങുമ്പോ അതിന്റെ എം ഡി ആയിട്ട് ആരാ വരാൻ പോകുന്നേ? നമ്മുടെ മോനല്ലേ, വിക്രം അല്ലേ. പിന്നെ അവളെക്കാൾ ഒരു പൈഡ് ഉയരത്തിലായിരിക്കും ഇനി വിക്രത്തിന്റെ സ്ഥാനം. അവള് കണ്ടോണം. അവള് കണ്ടിങ്ങനെ നോക്കി നിൽക്കും. കണ്ടോന്ന് പറയാണ്. ഇത് കേട്ടൻ ഭാനുമതിയും പറഞ്ഞു, അത് മാത്രം എന്റെ ഇപ്പോഴത്തെ ഒരു ആശ്വാസം എന്ന് പറഞ്ഞാല് എന്ന് പറയാണ്. ഈ സമയം ദീപയ്ക്ക് ഭയങ്കര സങ്കടമായിരുന്നു. ദീപ പറഞ്ഞു, ഞാൻ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിച്ച കാര്യമല്ല കിരൺമാൻ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്ന. അല്ല, മോനറിയാവുന്ന കാര്യമല്ലേ. മുമ്പ് തൊഴുത്തും കൂട്ടി കിടന്ന് അവൾ വളർന്നു വന്നത്. അവളുടെ അച്ഛനെ അവൾക്ക് അത്രയ്ക്ക് പേടിയായിരുന്നു. അയാൾ അത്രയ്ക്ക് ദുഷ്ടനും കൂടെ ആയിരുന്നു. പാവ എന്റെ മോളെ അതുപോലെ ഉപദ്രവിച്ചിട്ടുണ്ട്. എന്നിട്ട് പോലും ആരോടും ഒരു പരാതി അവൾ പറഞ്ഞിരുന്നില്ല. അവൾക്ക് സംസാരശേഷി തിരികെ കിട്ടിയിട്ടാണെങ്കിലും അവൾ അവളുടെ അച്ഛനെ രക്ഷിക്കാനാ നോക്കിയത്. പക്ഷെ ആ ദുഷ്ടൻ എന്നും അവളെ ഉപദ്രവിച്ചിട്ടുള്ളെന്ന് പറയാം. ഒരു പക്ഷേങ്കിൽ അവളുടെ കണ്ണീരിന്റെ ബലമായിരിക്കും, എന്റെ പ്രാർത്ഥനയുടെ ബലമായിരിക്കും അവൾ ഇത്രയും വലിയൊരു അംഗീകാരമൊക്കെ അവൾക്ക് നേടിക്കൊടുത്തേ. അത് മാത്രമല്ല, കിരൺ മോൻ ഇല്ലായിരുന്നെങ്കിൽ ഒരിക്കലും അവൾക്ക് ഇത്ര ഉയരത്തിൽ എത്താൻ പറ്റില്ലായിരുന്നു പറയാം. കിരൺ പറഞ്ഞു, അതങ്ങനെയൊന്നുമില്ല, കല്യാണിന്റെ കഴിവുകൊണ്ടാമേ. കഴിവുകൊണ്ട് മാത്രമല്ല, സപ്പോർട്ട് ചെയ്യാനായിട്ട് കൂടെ ഒരാളില്ലെങ്കിൽ ഒരു കാരണവശാലും ഇങ്ങനെ ഉയരത്തിലെത്താൻ പറ്റില്ല മോനെ. എന്റെ കല്യാണി മോളുടെ സങ്കടം കണ്ട് ദൈവമായിട്ടാ കിരൺ മോനെ കൊണ്ട് എത്തിച്ച്. അത് തന്നെയല്ലേ മോൾ ഇപ്പോഴും പറഞ്ഞേ. കിരൺ മോൻ ഉള്ളതുകൊണ്ടാണ് അവൾ ഇത്ര ഉയരത്തിലെത്തിയെന്നൊക്കെ. കണ്ടോ, അവൾക്ക് ആ നന്ദിയും കടപ്പാടും ഇപ്പോഴും ഉണ്ട്. അവളുടെ മനസ്സ് എപ്പോഴും അങ്ങനെയാ. അവളെ എത്രയൊക്കെ ദ്രോഹിച്ചെന്ന് പറഞ്ഞുകൊണ്ട് പോലും അവൾക്കൊരു ശത്രുത വെച്ച് പുലർത്താനായിട്ട് പറ്റില്ലെന്ന് പറയാം. ഇത് കണ്ടിട്ട് കിരണിന് ഭയങ്കര സന്തോഷമായി. കിരൺ പെട്ടെന്ന് കല്ലുമോനോട് പറഞ്ഞു, ദേ നോക്ക്, അമ്മ ടി വിക്കകത്ത് നോക്ക്, അമ്മേനെ കണ്ടോന്നൊക്കെ കല്ലുമോനോട് പറയാ. ഭയങ്കര സന്തോഷമായിരുന്നു കിരണിനാണെങ്കിലും. ഈ സമയത്ത് അതുപോലെ തന്നെയായിരുന്നു രൂപ ചന്ദ്രസേനും. രൂപ പറഞ്ഞു, ഇതൊക്കെ ആ പ്രകാശം കാണുന്നുണ്ടായിരിക്കും, അവൻ കാണണം, അവൻ തകർന്നു പോണം. ഇത് കേട്ട് ചന്ദ്രസേനൻ പറഞ്ഞു, അവനാ? നല്ല കഥയായിപ്പോയി. അയാൾ അങ്ങനെ എത്ര പെട്ടെന്ന് തകരുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ രൂപേനെ ചോദിക്കുക.
അയാള് തകരണമെങ്കിൽ അയാൾ മരിക്കണം, അല്ലെങ്കിൽ ഒരു കാരണവശാലോ അയാളുടെ മനസ്സിൽ ഒരു കുറ്റബോധം തോന്നുന്നു എനിക്ക് തോന്നില്ലെന്ന് പറയാം. രൂപ പറഞ്ഞു അതൊക്കെ ശരിയാന്ന് പറയുന്നുണ്ട്. പിന്നീട് കാണിക്കുന്നേ അങ്ങനെ ടി വി എല്ലാം ഓഫ് ചെയ്തതിന് ശേഷം എല്ലാവരും മുറിയിലേക്ക് കയറിപ്പോയപ്പം ശാരിക്ക് വല്ലാത്തൊരു വെപ്രാളും വിഷമോ, എന്ത് ചെയ്യണം എന്നറിയത്തില്ല. ഇനിയിപ്പം അവൾ താരം മുറിയിൽ കിടക്കുക, താരനെ എങ്ങനെയും പുറത്തെത്തിച്ചാൽ മതിയാവുള്ളൂ. നൂറ് ടെൻഷനാ. താൻ ഇനിയിപ്പം രാത്രിയാതെ അവളെ പുറത്തേക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ പ്രശ്നമാവും. എന്ത് ചെയ്യണം? അങ്ങനെ ഒരു ആകെപ്പാടെ തല പൊഞ്ഞ് നിൽക്കുക. ആരുടെയും സഹായം ഇല്ലാതെ കാറിനകത്തേക്ക് കയറ്റാനും പറ്റില്ല. എവിടെയെങ്കിലും കൊണ്ട് കളയാന്ന് വെച്ചാൽ അത് അതിനേക്കാളും വലിയ റിസ്ക്കാ. എല്ലാത്തടത്തും CCTV ക്യാമറകളും മറ്റും ആണല്ലോ. അതൊക്കെ ഓർത്തിട്ട് വല്ലാത്തൊരു ടെൻഷനായിരുന്നു. ഈ സമയത്ത് സരയു മനോഹരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. പിന്നീട് സരയുവിനോട് മനോഹർ പറഞ്ഞു, അതെ എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ടെന്ന് പറയണ. സംസാരിക്കാൻ എന്താ? അല്ല മോളോടല്ല, എനിക്ക് കുറച്ച് ഫോൺ വിളിക്കാനുണ്ടേ. കുറച്ച് ഓണമൊക്കെ അല്ലേ വരുന്നത്, ആ ബോണസിന്റെ കാര്യങ്ങളോ അതിനെക്കുറിച്ചൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ സ്റ്റാഫിനോടൊക്കെ പറയാനുണ്ടെന്ന് പറയാം. ഒരു കാര്യം ചെയ്യാം, മോള് കിടന്നുറങ്ങിക്കോളാൻ പറയണം. എന്താ മനുവേട്ടാ ഇത്? മനുവേട്ടൻ എപ്പോഴും ജോലി തിരക്കുള്ളല്ലോ. മോളു അത് പറഞ്ഞിട്ട് കാര്യമുണ്ട്. എന്റെ ജോലി ഇതായി പോയില്ലേ. ഞാൻ അമേരിക്കയിൽ പോവാണ്, കുഴപ്പമില്ല. അമേരിക്കയിൽ ചെന്നാൽ പിന്നെ ഞാനും മോളും ഒരുമിച്ചായിരിക്കും. പക്ഷെ ഇവിടെ ഉള്ളിടത്തോളം കാലം ഞാൻ ചെയ്യേണ്ട ജോലികൾ ഞാൻ ചെയ്യണ്ടേ. ഓണമൊക്കെ അല്ലേ വരുന്നേ, നല്ല തിരക്കുള്ള സമയമല്ലേ. അപ്പൊ നമ്മൾ അതിൻ്റെതായ കാര്യത്തിൽ നിൽക്കണ്ടേ. ഒരു കാര്യം ചെയ്യേ, മോള് കിടന്നുറയ്ക്കോ. മോള് കിടന്നുറങ്ങുന്നതോടെ വരെ ഞാനിവിടെ ഇരിക്കാന്ന് പറയണേ. അങ്ങനെ മനോഹർ സരയുവിനെ ഒരു വിധത്തിലൊന്ന് കിടത്തി ഉറക്കുവാണ്. കാരണം മറ്റൊന്നുമല്ല, നിഷേന വൈകുന്നേരം വിളിച്ചില്ലെങ്കിൽ നാളെ പ്രശ്നമാവും. ഫോൺ എങ്ങാനും സ്വിച്ച് ഓഫ് ചെയ്ത് വെക്കാനും പറ്റില്ല, അത് അതിനേക്കാളും വലിയ വള്ളിയാവും. അതുകൊണ്ട് നിഷേനെ വിളിച്ചാൽ മതിയാവുള്ളൂ. അങ്ങനെ സരയുവിനെ പതുക്കി ഉറക്കി കിടത്തിയിട്ട് നിഷേനെ ഫോൺ ചെയ്യാന്ന് കരുതി മനോഹർ താഴേക്ക് ഇറങ്ങി വരുവാണ്. ഈ സമയത്ത് ശാരി എന്ത് ചെയ്യുക? എന്തേലും ചെയ്തേ മതിയാവുള്ളൂ. എല്ലാവരും ഉറങ്ങിയെന്ന് തോന്നേ. മുകളിൽ നിന്നും ഒച്ചപ്പാടൊന്നും കേൾക്കുന്നില്ല. അപ്പം സരിയും മനോഹറൊക്കെ ഉറങ്ങി കാണുമായിരിക്കും. ആ ഒരു ചിന്തയോടുകൂടി പതുക്കെ താരനെ എന്ത് ചെയ്യണം, കാലെ പിടിച്ച് വലിച്ച് കൊണ്ടുവരുവാണ്. എങ്ങനെയാലും ഇവളെ ഇവിടുന്ന് ഒന്ന് പുറത്തെത്തിക്കണം. ഇവൾക്ക് ഭയങ്കര ആരോഗ്യമുള്ള ഇവൾക്ക് ഭയങ്കര ഇതാണല്ലോ, വെയിറ്റ് ആണല്ലോ. ഇത് ഇവിടെ എങ്ങനെയൊന്ന് കൊണ്ടുപോകും? എൻ്റെ ദൈവമേ എന്നൊക്കെ ഓർത്തോണ്ട് ശാരി ഒരു വ്യക്തി വലിച്ച് ഹാളിലേക്ക് കൊണ്ടുവരുവാണ്. അങ്ങനെ ഹാളിലേക്ക് കൊണ്ടുവന്നിട്ട് മടുത്ത് ശാരി ഇങ്ങനെ നൂർന്ന് നിൽക്കുമ്പോഴാണ് ശാരി ആ കാഴ്ച കാണുന്നത്. മനോഹർ അങ്ങോട്ട് ഇറങ്ങി വരുന്നേ. മനോഹറിനെ കണ്ടത് ഒരു നിമിഷം ശാരി ഞെട്ടിപ്പോണ്. ശാരിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. ഓടാനും പറ്റില്ല, നിൽക്കാനും പറ്റാത്തൊരവസ്ഥ. ഈ സമയം മനോഹർ ഞെട്ടിപ്പോയി. അമ്മേ ഇതെന്താ അമ്മേന്ന് ചോദിക്കണം. അല്ല മോനെ, അത് പിന്നെ ഞാൻ. അമ്മ ഇതെന്താ, ഇവർക്ക് ഇത് എന്ത് പറ്റിയതാന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് പറഞ്ഞു, അല്ല മോനെ ഇവർ ബോധം കെട്ട് വീണാന്ന് പറയും. ബോധം കിട്ടുവാണ്, എന്ത് കാണിച്ച്? പിന്നീട് ശാരി നടന്ന കാര്യങ്ങളൊക്കെ പറയാ. ഇങ്ങോട്ട് വന്ന സമയത്ത് ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല, അറിയാതെ ഒന്ന് പിടിച്ച് തള്ളിയതാ. പക്ഷേങ്കില് അവള് പോയി തലയിടിച്ച് വീണു. അത് കഴിഞ്ഞിട്ട് ബോധം പോയി. ഞാനൊന്നും ചെയ്തില്ല മോനെ, ഞാൻ ഇവളെ കൊന്നിട്ടൊന്നുമില്ല. അവൾക്ക് ബോധം പിന്നെ വന്നിട്ടില്ല. അവൾ മരിച്ചു പോയെങ്കിൽ എനിക്ക് അറിയില്ല എന്ത് ചെയ്യണമെന്ന്. മോൻ എന്നെ സഹായിക്കണം. എനിക്ക് വേറെ ആരോടും ഇത് പറയാൻ പറ്റില്ല. ഇവിടെ എങ്ങാനും രാഹുൽ എന്ന് പറഞ്ഞാൽ അയാൾ അറിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്ന പോലെ എനിക്ക് അറിയത്തില്ല. കാഞ്ച് മോൻ എന്നെ ഒന്ന് സഹായിക്കാമെന്ന് ചോദിക്കുക. ഇത് കേട്ട മനോഹർ പറഞ്ഞു, അമ്മ ഞാൻ എന്ത് ചെയ്യാനാ? എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അമ്മയ്ക്കറിയാമോ ഇവർക്ക് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ കൊലക്കേസിലെ പ്രതിയാ. അറിയാലോ പിന്നെ എന്താ സംഭവിക്കാൻ പോകുന്നത്. എനിക്കറിയാം. അമ്മ ജയിലിലേക്ക് പോകും. പിന്നീട് എന്താ സഹായിച്ചതിന്റെ പേര് പിന്നെ എനിക്ക് അമേരിക്കയിൽ പോകാൻ പോലും പറ്റത്തില്ല. എന്റെ അവസ്ഥ അമ്മയൊന്ന് മനസ്സിലാക്കാൻ പറയണം. അതൊക്കെ എനിക്ക് അറിയാം മോനെ. പക്ഷെ നീ ഒന്ന് ഹെൽപ്പ് ചെയ്താൽ മതി. എന്നെ കാറി കയറ്റാനെങ്കിലും സഹായിച്ചാൽ മതി. ഞാൻ പിന്നെ എന്തെങ്കിലും ചെയ്തോളാന്ന് പറയാം. അമ്മ ഇതെന്തൊക്കെയാ പറയണേ? ഞാനൊന്ന് ആലോചിക്കട്ടെ. അമ്മ സമാധാനപ്പെട്, ഒന്നും സംഭവിക്കൂല. അമ്മ സമാധാനപ്പെടാൻ പറയാണ്. പിന്നീട് മനോഹർ വന്ന് മൂക്കിനകത്ത് ഇങ്ങനെ മൂക്കിന്റെ അവിടെ വെച്ച് ഇങ്ങനെ കൈവച്ച് നോക്കുന്നുണ്ട്, ശ്വാസം ഉണ്ടോന്നൊക്കെ. പിന്നെ മനോഹരൻ അയ്യോ തീർന്നു പോയെന്ന് തോന്നി, ഇനിയിപ്പോൾ എന്ത് ചെയ്യും അമ്മേന്ന് ചോദിക്കണം. ഇത് കേട്ട ശാരി പൊട്ടിക്കറിഞ്ഞു. എനിക്കറിയില്ല മോനെന്ന് പറഞ്ഞിട്ട് അമ്മ ഇവിടെ നിൽക്കേ, എൻ്റെ 1-2 ഫ്രണ്ട്സ് ഉണ്ട്, ഞാൻ അവരെ ഒന്ന് വിളിച്ചു നോക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് മനോഹർ ഫോണും കൊണ്ട് അങ്ങോട്ട് മാറി പോവാണ്. പിന്നീട് ഫോൺ വിളിച്ചിട്ട് വന്നിട്ട് പറഞ്ഞു, അതെ കാര്യങ്ങളൊക്കെ സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഒരു 1-2 ലക്ഷം രൂപയാവുമെന്ന് പറയാ ഇവിടുന്ന് മാറ്റാനായിട്ട്. അതെയോ? എത്രയാണെങ്കിലും കുഴപ്പമില്ല, ഒന്ന് മാറ്റി തന്നാ മതി. എവിടെയെങ്കിലും കൊണ്ട് കളയോ എന്തെങ്കിലും ചെയ്താൽ മതി. 2 ലക്ഷം രൂപ ഞാൻ എങ്ങനെ ഉണ്ടാക്കി തന്നോളാം. എനിക്കിപ്പോൾ ഇവിടെ ഇവിടുന്ന് മാറ്റണം, അത് മാത്രം എൻ്റെ മനസ്സിൽ ആഗ്രഹമുള്ളെന്ന് പറയാണ്. ഇത് കേട്ടപ്പോൾ മനോഹരോട് ഞമ്മ വിഷമിക്കണ്ട, എന്താ വേണ്ടെന്ന് വെച്ചാൽ ഞാൻ ചെയ്യാന്ന് പറയാണ്. അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നമ്മൾ കാണുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷയുണ്ട്. എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.